അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമെറ്റീരിയലൈസേഷൻ, അതുപോലെ റീമെറ്റീരിയലൈസേഷൻ. നിങ്ങളുടെ ബുക്കിലത്തെ ചേഞ്ച് ഒന്നുമില്ല. പേജ് നമ്പർ 104, 105 ആ പേജുകളിലൊക്കെ ഉള്ളതാണ്. 3-4 പേജുകളുള്ള, അപ്പൊ ചേഞ്ച് ഇല്ല. അത് 104-ാമത്തെ പേജ് അത് ആരംഭിക്കുന്നത്. ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഷെയർ. അപ്പൊ എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വാക്കുന്നാണ് ഡിമാറ്റ് എന്ന വാക്കുണ്ടായിരിക്കുക. പണ്ട് കാലത്ത് ഷെയറൊക്കെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ഫിസിക്കൽ ഫോമിലാണ്. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തു. ഇപ്പൊ അത് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ ആ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ. ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ എത്ര ഷെയർ ഉണ്ടോ അതേ എണ്ണ ഷെയർ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുക, അതൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കും, അതുപോലെ ആരംഭിക്കാവുന്ന അക്കൗണ്ട് ആണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, അതാണ് ഡീമെറ്റീരിയലൈസേഷൻ. ഇപ്പൊ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പേറ്റ് ഉണ്ട്, എന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. എന്താണ് ഡിപ്പോസിറ്ററി സിസ്റ്റം, അതിൽ ആരാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, അതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അടുത്ത് ആരംഭിക്കാവുന്ന അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിച്ച് ആ ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് നമ്മുടെ ഷെയർ കാണിക്കും. അപ്പൊ സെക്യൂരിറ്റീസ് ഡിമാറ്റ് ചെയ്താ പിന്നെ അവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവില്ല. നമ്മുടെ എത്ര ഷെയർ ഉണ്ട് വെച്ചാൽ അത്ര ഷെയറും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും, പക്ഷെ അതിന് ഒരു ഡിഫറെന്റ് ആയുള്ള നമ്പറോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്പറോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. പണ്ട് കാലത്ത് എന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിട്ട് വ്യത്യാസം ഉണ്ടാവും. അത് രണ്ടിനും 2 ഐഡന്റിറ്റിയാണ്. അപ്പൊ ഷെയർ ഈ ഡിമാറ്റ് ഫോമിലേക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് ചേഞ്ച് ചെയ്താൽ പിന്നെ അത് എല്ലാം ഒരുപോലെ ഇന്റർചേഞ്ചബിൾ ആണ് കേട്ടോ, എല്ലാം ഒരുപോലെ, വ്യത്യാസമില്ല. അപ്പോ ഇൻവെസ്റ്റേഴ്സിന് ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ എല്ലാ ഷെയറും ഡീമെറ്റീരിയലൈസ് ഫോമിലേ പറ്റുള്ളൂ. ഇവിടെ ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ആ സമയത്ത് ഈ ഡിപ്പോസിറ്ററി ആക്ട് ഒക്കെ ഉണ്ട് 1996. അപ്പൊ ഈ ആക്ട് ആരംഭിച്ച സമയത്ത് അന്ന് ഫിസിക്കൽ ഫോമിലുള്ള ഷെയറിനെ അവർക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അവരുടെ പേര് തന്നെ വരിക ഡീമെറ്റീരിയലൈസ് ആയാലും. അപ്പൊ ആ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ്. ഫിസിക്കൽ ഹോൾഡിങ്ങിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് ഡിപ്പോസിറ്ററിയുടെ സഹായത്തോടു കൂടിയും ഡിപ്പോസിറ്ററി സിസ്റ്റത്തിന്റെ സഹായത്തോടെ മാറ്റുന്ന ഒരു പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ. 1996 അതിന്റെ ആക്ട് വന്നത്. ഈ ആക്ട് വരുന്നതിന് മുന്നേ ഷെയറിന്റെ പർച്ചേസും ട്രാൻസ്ഫറും സെയിലും, ഷെയറിന്റെ മാത്രമല്ല സെക്യൂരിറ്റീസ് എല്ലാം തന്നെ അത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അവിടെ സേഫ്റ്റി ഉണ്ടായിരുന്നില്ല. ഈ ആക്ട് വന്നപ്പോൾ ആ വിഷയം എല്ലാം കഴിഞ്ഞു. ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനി പഠിക്കാനുള്ള എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് ഈ സെക്യൂരിറ്റീസിന്റെ ഡീമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട്, എന്തൊക്കെ എസെൻഷ്യൽസ് അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇൻവെസ്റ്റേഴ്സിന്റെ ഡിപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ആരംഭിക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഷുഡ് ബി ഫ്രം ദ എലിജിബിൾ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ദ ഡിപ്പോസിറ്ററി. സെക്യൂരിറ്റി മസ്റ്റ് ദ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ ആൻഡ് ഓൺഡ് ബൈ. ഇയാളുടെ പേരില് സെക്യൂരിറ്റി വേണം, എങ്കിലും അയാൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിച്ചാൽ അത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം, ഓരോ കമ്പനിക്കും ഓരോ ഡിമാറ്റ് റിക്വസിഷൻ ഫോം ആവശ്യമാണ്. ഓരോ കമ്പനിയുടെ ഷെയറും ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റാൻ ഓരോ ഡിമാറ്റ് റിക്വസിഷൻ ഫോം ആവശ്യമാണ്. അതുപോലെ ഈ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം അതിൽ സൈൻ ചെയ്യണം. എത്ര ഹോൾഡേഴ്സ് ഉണ്ട് വെച്ചാൽ അവരൊക്കെ സൈൻ ചെയ്യണം. അവരുടെ സിഗ്നേച്ചർ കേട്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ ഇത് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു സിസ്റ്റം കൊണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ് എങ്കിൽ അത് ഷെയർ സർട്ടിഫിക്കറ്റ് ഓൺ ഡീമെറ്റീരിയലൈസേഷൻ are cancelled and same will not be sent back to the investor. അപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഷെയർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ ഷെയർ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടായില്ല, ഇവരെല്ലാം ഒരുപോലെ ആവും. അത് ഷെയർ ട്രേഡിങ് എളുപ്പമാവും. വളരെയധികം പേപ്പർ ജോലി ഇല്ലാതെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന ഗുണമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഡിമാറ്റ് ആകുമ്പോൾ സാധിക്കും. പോസ്റ്റൽ ഡിലേ ഒന്നും ഉണ്ടാവില്ല. പണ്ട് കാലത്താണെന്ന് വെച്ചാൽ ഷെയർ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം, പോസ്റ്റൽ ഡിലേ, ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല ഇവിടെ. അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് കാലത്ത് അതിന്റെ ആവശ്യമുണ്ട്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ അത് ചിലപ്പോ ഷെയർ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ ശരിക്കുള്ള ആൾക്കാർക്കില്ല കൊടുക്കുക, അത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അങ്ങനത്തെ കേസുകൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പൊ ഇല്ലാതൊക്കെ ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്, ഇവിടെ അൺകൺട്രോൾഡ് സെക്യൂരിറ്റി, ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി ബിക്കം അൺകൺട്രോൾഡ്. ഈ പലപ്പോഴും ഈ സ്പെക്കുലേഷൻ വളരെ അധികമാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ട് വന്നതിന്റെ ഒരു ഏറ്റവും വലിയൊരു ന്യൂനതയാണ് സ്പെക്കുലേഷൻ വളരെ അധികമാണ്. മറ്റൊരു കേസ്, ഇറ്റ് ഈസ് ഇൻകുംബറ്റന്റ് അപ്പോൺ ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ടു കീപ് എ ക്ലോസ് വാച്ച് ഓൺ ട്രേഡിംഗ് ഇൻ ഡിമാറ്റ്. ഈ സെബി പോലെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇപ്പൊ ഷെയർ ട്രേഡിംഗ് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ. കേട്ടോ, the role of key market players in case of dematerialized securities such as stock brokers need to be supervised. ഈ സ്റ്റോക്ക് ഏജന്റ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവരൊക്കെ വളരെയധികം ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സെബിയെ പോലെയുള്ള മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് വന്നു ചേരുകയാണ്. ഈ സെക്യൂരിറ്റീസ് ഒക്കെ ഡിമെറ്റീരിയൽ ഫോമിലേക്ക് മാറ്റും. അപ്പൊ ഇങ്ങനെ ചില ലിമിറ്റേഷനും ഇവിടെ ഉണ്ട്. ഡിമെറ്റീരിയലൈസേഷൻ എന്നൊരു പ്രക്രിയ കൊണ്ടുണ്ട്. അപ്പോ ഇവിടെ ഈ ഡിപ്പോസിറ്ററി സിസ്റ്റം ആണ് വളരെ പ്രധാനമായിട്ട് ഡിമെറ്റീരിയലൈസേഷൻ സഹായിക്കുന്നത്. അപ്പൊ എന്താണ് ഡിപ്പോസിറ്ററി സിസ്റ്റം, ആരാണ് ഡിപ്പോസിറ്ററീസ്, അതൊക്കെ പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഈ ഡിപ്പോസിറ്ററി ഇല്ലെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ ആരാണ് ഡിപ്പോസിറ്ററി? എ ഡിപ്പോസിറ്ററി ഷുഡ് ബി എ കമ്പനി ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഫോം ചെയ്യുന്ന കമ്പനിയാണ് ഡിപ്പോസിറ്ററി. കേട്ടോ, അവർക്ക് സെബിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സെബിയുടെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് ഉപയോഗിക്കപ്പെട്ട കമ്പനി ആവണം. ഇന്ന് പ്രധാനമായിട്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്ത 2 ഡിപ്പോസിറ്ററീസ് ഉള്ളത്. ഒന്ന് നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റഡ്, അടുത്ത് സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. അപ്പൊ ഈ 2 ഡിപ്പോസിറ്ററീസ് ഇന്ത്യയിലുള്ളത്. അവരാണ് ഇൻവെസ്റ്റേഴ്സിന് ഈ ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കാനോ ഈ ഷെയർ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാനുള്ള സഹായം ചെയ്യുന്നത്. അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ടല്ല, അവരുടെ സർവീസ് ഡിപ്പോസിറ്ററീസിന്റെ സർവീസ് ചെയ്യുന്ന അവരുടെ ഏജന്റ് മുഖാന്തരം. ഇപ്പൊ LIC അവരുടെ സർവീസ് ചെയ്യുന്ന LIC ഏജന്റ് വഴിയാണല്ലോ. അതുപോലെ ഡിപ്പോസിറ്ററീസിന്റെ ഏജന്റ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പൊ ആ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവര് മുഖാന്തരമാണ് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. കേട്ടോ, അപ്പൊ ആ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പേറ്റും സെബിയുടെ റെഗുലേഷൻസ് എല്ലാം പാലിക്കണം. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഡിപ്പോസിറ്ററീസ് ആൻഡ് പാർട്ടിസിപ്പൻസ് റെഗുലേഷൻ 1996 പാലിക്കണം. ബാക്കിയുള്ള നിയമങ്ങളും പാലിക്കണം. അപ്പൊ ഇവരാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, ഡിപ്പോസിറ്ററീസിന്റെ ഏജന്റ് ആണ്. അവരാണ് കമ്പനിക്കും ഇൻവെസ്റ്റർക്കും ഇടയ്ക്കുള്ള ലിങ്ക്. ആദ്യം ഇൻവെസ്റ്റർ, പിന്നെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, പിന്നെ ഡിപ്പോസിറ്ററി, പിന്നെ കമ്പനി. അങ്ങനെയാണ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ സെബി പോലുള്ള റെഗുലേറ്റേഴ്സ്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. അവരാണ് ഇൻവെസ്റ്ററുടെ അക്കൗണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കും പോലെ ഇൻവെസ്റ്ററുടെ അക്കൗണ്ട് ആരംഭിക്കുന്നത്. അക്കൗണ്ട് സെബി ഗൈഡ് ലൈൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക്, കസ്റ്റോഡിയൻ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എക്സെട്ര ക്യാൻ ബിക്കം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പൊ ആരൊക്കെയാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആകാൻ പറ്റുക എന്ന കാര്യമാണ്. ബാങ്കുകൾക്ക് പറ്റും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റും, അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് പറ്റും. ഇവർക്കെല്ലാം തന്നെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആവാൻ പറ്റും. ഓക്കെ.